ഹിന്ദി ഹബ്ബിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും 6ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇക്കായിലേക്ക് പോവാണ്. നമ്മൾ ഫസ്റ്റ് ഇക്കായിലുള്ള നീച്ചിടിയും പിന്നെ ഡൂരു എന്ന് പറഞ്ഞിട്ടുള്ള കഹാനിയും രണ്ടിൻ്റെയും എക്സ്പ്ലനേഷനും പിന്നെ ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ചാനൽ തന്നെ നിങ്ങൾക്ക് കയറി നോക്കുക, അല്ലെ പ്ലേലിസ്റ്റിൽ കാണാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ ഇക്കായിയാണ്. രണ്ടാമത്തെ ഇക്കായിൻ്റെ പേര് അനൂട്ടി ജാങ്കിയ എന്നാണ്. ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു പിക്ചർ കാണാൻ പറ്റും നിങ്ങൾക്ക്, അല്ലേ? 2 കാർമേഘങ്ങളുണ്ട്. പിന്നെ താഴെ ആരുണ്ട്? താഴെ കുറേ ജീവികളുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ തവളയുണ്ടല്ലേ. തവളക്ക് മേണ്ടക്ക് എന്നാണ് പറയുന്നത് ഹിന്ദിയിൽ. അപ്പോൾ മേണ്ടക്ക് പറയാണ് വാ കിത്ന സുന്ദർ മസാ ലൂട്ടെ. എന്തൊരു മനോഹരമാണ്. വാ എന്ന് പറയുന്നത് എന്താണ്? വാവ് എന്ന് പറയുന്ന പോലെ അല്ലേ. കിത്ന സുന്ദർ അല്ലേ, എന്തൊരു മനോഹരമാണ്. മസാലൂട്ടെ അല്ലേ, നമുക്കിത് ആസ്വദിക്കാം. എന്തൊരു സുന്ദരമാണ് ഈ പ്രകൃതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബാദൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിതയാണ്. ഡോക്ടർ ശ്രീ പ്രസാദിൻ്റെ ഒരു കവിതയാണ് എന്ത് ബാദൽ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താടാ ബാദൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? ബാദൽ എന്ന് വെച്ചാൽ മേഘമാണല്ലേ. മേഘത്തിൻ്റെ ചിത്രം ഇവിടെ കാണുന്നില്ലേ. ബാദൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘത്തിനാണ് എന്ത് പറയുന്നത്, ബാദൽ എന്ന് ഹിന്ദിയിൽ പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ കവിത ഒന്ന് വായിച്ചു നോക്കാം. എന്താണ്? കാലേ കാലേ പാനി വാലേ ആസമാനുമേ ബാദൽ ആയേ ബോലോ കേസെ ആകർ ഛായേ हवा पकड़कर लाती सरसर छाए जैसे काले कंबल कितने सुंदर लगते बादल पेड़ों जैसे लगते जैसे चलते घोड़े बन जाते हाथी के जोड़े नन्हे जलकण गए बाप बन उसी बाप ने ढंढक पाई बादल बरसे बरसा आई करते गड़गड़ आते बड़बड़ बिजली बादल को चमकाए अंधियारे में राह दिखाए मोर मगन मन चूम चनन चन चूम चमा चूम कर नाच दिखाए खुश होकर गाना गाए बरसे बादल कल कल चल चल तैर चली कागज की नैया पूंछ उठाकर भागी गैया. അപ്പം എന്താ പറയുന്നത്? കാലേ കാലേ പാനി വാലേ. കാല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കറുപ്പ് നിറത്തിനാണ്, ബ്ലാക്കിനാണ് എന്ത് കാല എന്ന് പറയുന്നത്. കാലേ കാലേ കറുത്ത കറുത്ത, പാനി വാലേ അല്ലേ. പാനി വാല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വെള്ളക്കാരൻ, വെള്ളമുള്ളവൻ എന്നാണ് അർത്ഥം. കറുത്ത നിറത്തിലാണ്. കാർമേഘം എങ്ങനെയാണ് കാണുന്നത്? കറുത്ത. കാലേ കാലേ പാനി വാലേ ഹെ അല്ലേ, വെള്ളം, അതിൻ്റെ അകത്ത് വെള്ളവുമുണ്ട്. പിന്നെയോ ആസമാനുമേ ബാദൽ ആയി. ആസമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശമാണ്, സ്കൈക്കാണ് എന്ത് ആസമാൻ എന്ന് പറയുന്നത്. ആസമാനുമേ ബാദൽ ആയി. ബാദൽ വന്നു. എവിടെ? ആകാശത്ത് കാർമേഘം വന്നു. എങ്ങനെയാണ് വന്നത്? കാലേ കാലേ പാനി വാലേ, കറുത്ത നിറത്തിലുള്ള പാനി വാലേ അല്ലേ, വെള്ളം നിറഞ്ഞവൻ എന്ന ആസമാനുമേ ബാദൽ ആയി, ആകാശത്ത് മേഘം വന്നു. ബോലോ കേസെ ആകർ ഛായേ. ബോലോ, ബോലോ എന്ന് പറഞ്ഞാൽ പറയൂ. കേസെ എങ്ങനെ, ആകർ ഛായേ, ആക്കർ എന്ന് വെച്ചാൽ വന്നിട്ട്, ഛായ, ഛായ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാപിക്കുക, വ്യാപിച്ചു. അപ്പോൾ പറയൂ, ബോലോ പറയൂ, കേസെ എങ്ങനെയാണ്, ആക്കർ
അല്ലേ വന്നിട്ട് ഛായെ വ്യാപിച്ചത്. ആര് ആര് വ്യാപിച്ചത്? ബാദൽ അല്ലേ, മേഘം എങ്ങനെയാണ് ആകാശത്ത് വ്യാപിച്ചത് അല്ലേ എന്നാണ് ചോദിക്കുന്നത് കവി. അപ്പോൾ പറയാണ്, ഹവ പകടുക്കർ ലാത്തി സർസർ. ഹവ ആരാണ് കൊണ്ടുവന്നത്? ഹവ അല്ലേ, കാറ്റ്. പകടുക്കർ പിടിച്ചു കൊണ്ടുവന്നിട്ട് അല്ലേ, ഹവ പകടുക്കർ. ലാത്തി സർസർ, ലാത്തി കൊണ്ടുവന്നു. സർസർ എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടൊരു ഒച്ച ഉണ്ടാവില്ലേ അല്ലേ, കാറ്റ് അടിക്കുമ്പോൾ മേഘം ഇങ്ങനെ പറന്ന് വരികയാണ് അല്ലേ. അപ്പോൾ ആരാണ് പിടിച്ചു കൊണ്ടുവന്നത്? കാറ്റാണ് മേഘത്തിനെ പിടിച്ചു കൊണ്ടുവന്നത്. ഛായെ ജേസെ കാലേ കമ്പൽ. ഛായെ വ്യാപിച്ചു. എങ്ങനെ? ജേസെ എങ്ങനെയാണോ, കാലേ കമ്പൽ. കാലേ കമ്പൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പൽ എന്ന് വെച്ചാൽ കമ്പിളി പുതപ്പിനാണ് എന്ത് പറയുന്നത്? കമ്പിളി പുതപ്പിനെയാണ് എന്ത് പറയുന്നത്? കമ്പൽ എന്ന് പറയുന്നത്. കറുത്ത നിറത്തിലുള്ള കമ്പിളി പുതപ്പ് പോലെയാണ് ആകാശത്ത് ആര് വ്യാപിച്ചിരിക്കുന്നത്? കാർമേഘം. ഛായെ ജേസെ കാലേ കമ്പൽ. കിത്തനെ സുന്ദർ ലഗത്തെ ബാദൽ. എന്നിട്ട് പറയാണ്, കിത്തനെ സുന്ദർ എത്ര മനോഹരമാണ്, ലഗത്തെ ബാദൽ അല്ലേ, ഈ കാർമേഘത്തെ കാണാൻ. ബാദൽ എന്ന് വെച്ചാൽ കാർമേഘം. ഈ കാർമേഘത്തിനെ കാണാൻ എന്തൊരു മനോഹരമായിട്ടാണ് തോന്നുന്നത്. പേടോം ജേസെ ഭേടോം ജേസെ. എങ്ങനെയാണുള്ളത്? പേടോം ജേസെ മരങ്ങൾ പോലെ. പേടോം എന്ന് വെച്ചാൽ മരങ്ങൾ, ജേസെ പോലെ. ഭേടോം ജേസെ, ബേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീപ്പ്. ചെമ്മരിയാടിനാണ് എന്ത് പറയുന്നത്? ബേഡ് എന്ന് പറയുന്നത്. ബേഡോം ജേസെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മരിയാടുകളെ പോലെ. പേടോം ജേസെ മരങ്ങൾ പോലെ. ലഗത്തെ ജേസെ ചലത്തെ ഗോഡെ. ലഗത്തെ അല്ലേ, എങ്ങനെയാണുള്ളത്? ജേസെ ചലത്തെ ഗോഡെ ഓടുന്ന കുതിരകളെ പോലെ അല്ലേ. ചലത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചലിക്കുന്ന, ഘോഡെ എന്ന് വെച്ചാൽ കുതിരയാണ്. കുതിരകളെ പോലെയാണ്, കുതിരയെ പോലെയാണ് ആര് കാണപ്പെടുന്നത്? ബാദൽ അല്ലേ, കാർമേഘം. ലഗത്തെ ജേസെ ചലത്തെ ഗോഡെ അല്ലേ, ഓടുന്ന കുതിരകളെ പോലെയാണ് കാണുന്നത്. ബൻ ജാത്തെ ഹാത്തി കെ ജോഡെ. ബൻ ജാത്തെ ഉണ്ടാവുന്നു, ഹാത്തി കെ ജോഡെ എന്താ, ആനകളെ പോലെ. ഹാത്തി എന്ന് വെച്ചാൽ ആന അല്ലേ, ആനകളെ പോലത്തെ. ജോഡെ ജോഡികളെ കാണപ്പെടുന്നു, കുതിരയെ പോലെ കാണപ്പെടുന്നു. ഗോഡെ ജേസെ ലഗത്തെ ഹെ ഓർ ബൻ ജാത്തെ ഹെ ഹാത്തി കെ ഗോഡെ അല്ലേ, ഹാത്തി കെ ജോഡെ. അപ്പോൾ ആനകളെ പോലെയും കാണപ്പെടുന്നു. ചിലപ്പോൾ തോന്നും കുതിരകളാണെന്ന്, ചിലപ്പോൾ തോന്നും ആനകളാണെന്ന്. പിന്നെയോ, നന്നെ ചെലുക്കണ് ഗയേ ബാപ്പുബന് അല്ലേ. നന്നെ എന്ന് വെച്ചാൽ സ്മോൾ അല്ലേ, ചെറിയ കുഞ്ഞ്. ജലകണ്, ജലകണങ്ങൾ എന്ന് വെച്ചാൽ വെള്ളത്തുള്ളികൾ. ജലം എന്ന് വെച്ചാൽ വെള്ളമല്ലേ, വെള്ളത്തുള്ളികൾ, ജലത്തിൻ്റെ കണങ്ങൾ. ഗയേ ബാപ്പുബൻ. ഗയേ, ബാപ്പ് എന്ന് വെച്ചാൽ നീരാവി. വെള്ളത്തുള്ളികൾ എന്തായിട്ട് പോയി? നീരാവിയായിട്ട് പോയി. എന്നിട്ടോ, ഉസി ബാപ്പിനെ ഡണ്ടക്ക് പായി. ഉസി ബാപ്പ്, ആ ബാഷ്പങ്ങൾ, നീരാവി എന്ത് ചെയ്തു? ഡണ്ടക്ക് പായി. ഡണ്ടക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്തുറഞ്ഞു അല്ലേ. നന്നെ ജലക്കണ് ഗയേ ബാപ്പുബന്. ചെറിയ ചെറിയ വെള്ളത്തുള്ളികൾ എന്തായി? ബാഷ്പമായിട്ട്, നീരാവിയായിട്ട് പോയി. ഉസി ബാപ്പിനെ ഡണ്ടക്ക് പായി, ആ ബാഷ്പങ്ങൾ തണുത്തുറഞ്ഞു. മാതൽ ബർസെ ബർസ ആയി. ബാദൽ ബർസെ എന്ന് വെച്ചാൽ മഴ പെയ്തു. ബർസ ആയി, മഴ പെയ്തു. കർത്തെ ഗഡ്ഗഡ് ആത്തെ ബഡ്ബഡ്. എങ്ങനെയാണ് മഴ പെയ്യുന്നത്? കർത്തെ ഗഡ്ബഡ്. ഗഡ്ബഡ് എന്ന് പറയുന്ന ശബ്ദത്തോടു കൂടിയും പിന്നെ ബഡ്ബഡ് എന്ന് പറയുന്ന ശബ്ദത്തോടു കൂടി എന്ത് ചെയ്യുന്നു? ബിജ്ലി ബാദൽ കോ ചമക്കായേ. എന്താ ബിജ്ലി ആരാണ്? നമ്മളെ മിന്നൽ. മിന്നൽ എന്ത് ചെയ്യാണ് അല്ലേ? മഴ പെയ്യുമ്പോൾ എന്തുണ്ടാവും? മിന്നലുണ്ടാവും അല്ലേ. ഗഡ്ബഡ്, ഗഡ്ഗഡ് എന്ന് പറയുന്ന ശബ്ദത്തോടു കൂടി
ടോട്ടോ എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്? ഇടിയും മിന്നലൊക്കെ ഉണ്ടാവുമല്ലേ നമുക്ക്. ബാദൽ കോ ചമക്കായെ, മിന്നൽ ബിജിലി എന്ത് ചെയ്യുന്നു? ബാദൽ കോ കാർമേഘത്തിനെ ചമക്കായെ തിളക്കം കൊടുക്കുന്നു അല്ലേ, തിളക്കുന്നു. മിന്നൽ തിളങ്ങില്ലേ ലൈറ്റ് അടിക്കുമ്പോൾ, തിളങ്ങുന്നു, തിളക്കം നൽകുന്നു. അന്ധിയാരെ മേ രാഹ് ദിക്കായെ, അപ്പോൾ ഈ മിന്നലാണ് അന്ധിയാരെ എന്ന് വെച്ചാൽ ഇരുട്ടിൽ, അന്ധിയാരെ എന്ന് വെച്ചാൽ ഇരുട്ടാണ്. ഇരുട്ട് വരുന്ന സമയത്ത് രാഹ് ദിക്കായെ അല്ലേ, രാഹ് എന്ന് വെച്ചാൽ രാസ്തയാണ്, വഴി കാണിച്ചു കൊടുക്കുന്നത് ആരാണ്? മിന്നലാണ്. മേഘത്തിന് ഇരുട്ടിൽ അല്ലേ, മിന്നൽ വരുമ്പോൾ ഒരു ലൈറ്റ് അടിക്കുന്നത് പോലെയല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് അന്ധിയാരമേ രാഹ് ദിക്കായെ, ഇരുട്ടാകുമ്പോൾ മേഘത്തിന് എന്താ രാസ്ത ദിക്കാത്തെ ഹെ, വഴി കാണിച്ചു കൊടുക്കുന്നത് മിന്നലാണ്, ബിജിലി. മോറ് മഗ്ന മന് ചൂമ് ചനൻചൻ, അപ്പം മോറ് എന്ന് വെച്ചാൽ മയിലാണ്. മയിൽ മഗ്നമന് അല്ലേ, വളരെയധികം സന്തോഷിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഡാൻസ് കളിക്കുകയാണ്. ചൂമ് ചനൻചൻ എന്ന് പറഞ്ഞിട്ട് താളത്തോടു കൂടി ഡാൻസ് കളിക്കുകയാണ്. ജൂമ് ജൂമുകർ നാച്ച് ദിക്കായെ അല്ലേ, ജൂമ് ജൂമുകർ അല്ലേ, ഇങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ. മഴ പെയ്യുമ്പോൾ എന്താ? മയിലുകൾ ഡാൻസ് കളിക്കും. നാച്ച് എന്ന് വെച്ചാൽ ഡാൻസാണ്, ഡാൻസ്. നാച്ച് ദിക്കായെ ഡാൻസ് കളിക്കുന്നു. ഖുഷ് ഹോക്കർ ഗാന ഗായേ, ഖുഷ് എന്ന് വെച്ചാൽ സന്തോഷം, ഹാപ്പി. ഹാപ്പി ആയിട്ട് എന്താ? ഗാന ഗായേ, ഗാന എന്ന് വെച്ചാൽ സോങ് ആണ്, പാട്ടാണ് കേട്ടോ. പാട്ട് പാടിക്കൊണ്ടേയിരിക്കുന്നു, സന്തോഷത്തോടു കൂടി തന്നെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഇനി ബർസേ ബാദൽ കള് കള് ചലിച്ചൽ, ബർസേ ബാദൽ മഴ പെയ്തു, എങ്ങനെ? കള് കള് ചലിച്ചൽ, മഴ പെയ്യുന്ന ഒച്ചേനെയാണ് പറയുന്നത് എന്ത്? കള് കള് ചലിച്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒച്ചത്തിൽ മഴ പെയ്തു. തൈർ ചലി കാഗസ് കി നെയ്യ, തൈർ എന്ന് വെച്ചാൽ നീന്തി. എന്താണ് നീന്തിയത്? ചലി പോയി. കാഗസ് എന്ന് വെച്ചാൽ പേപ്പർ, പേപ്പറിൻ്റെ നെയ്യ തോണി. എന്താണ് ഒഴുകുന്നത്? കാഗസ് കി നെയ്യ, എന്താണ് നീന്തുന്നത് വെള്ളത്തിൽ? തൈർ ചലി നീന്തിക്കൊണ്ടിരുന്നു, കാഗസ് കി നെയ്യ അല്ലേ, കടലാസിൻ്റെ തോണി ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൽ. നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ കടലാസിൻ്റെ തോണി അല്ലേ? മഴക്കാലത്ത് നമ്മൾ കുറേ കടലാസിൻ്റെ തോണിയൊക്കെ ഉണ്ടാക്കി ഒഴുക്കാറില്ലേ? അപ്പോൾ അതാണ് പറയുന്നത് തൈർ ചലി കാഗസ് കി നെയ്യ, നീന്തി പോകുന്ന എന്താ? കാഗസ് കി പേപ്പറിൻ്റെ തോണി, നെയ്യ. നെയ്യ എന്ന് വെച്ചാൽ നാവാണ്. പിന്നെ പൂഞ്ച് ഉഠാക്കർ ബാഗി ഗയ്യ, പൂഞ്ച് എന്ന് വെച്ചാൽ വാലാണ്. പൂഞ്ച് ഉഠാക്കർ പൊക്കിയിട്ട്, ഭാഗി, ഭാഗി എന്ന് വെച്ചാൽ ഓടി. ഓടി, ആരാണ് ഓടിയത്? ഗയ്യ, ഗയ്യ എന്ന് വെച്ചാൽ ഗായാണ്. ഗായ്, ഗായ് എന്ന് വെച്ചാൽ എന്താ? പശു, പശുവിനെയാണ് എന്ത് പറയുന്നത്? ഗയ്യ, ഗായ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പൂഞ്ച് ഉടാക്കർ ഭാഗി ഗയ്യ, വാല് പൊക്കി ഓടി. ആര്? നമ്മളെ പശുക്കുട്ടന്മാർ വാല് പൊക്കി ഓടാൻ തുടങ്ങി ഈ മഴയത്തല്ലേ. ഇത്രയാണ് ഈ ചാപ്റ്റർ വരുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് പഠിക്കാം. ആക്ടിവിറ്റീസായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.